ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഒരു വൈഫൈ എക്സ്റ്റൻഡർ ഒക്കെ മേടിച്ചിട്ടുണ്ടാവും. അപ്പം നിങ്ങൾക്ക് ചിലപ്പം അത് റീസെറ്റ് ചെയ്യേണ്ടി വരും. അതായത് നിങ്ങൾ ചിലപ്പം ഓൾറെഡി ഒരു നെറ്റിലോട്ട് ഇത് കണക്ട് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് അത് വേണ്ട. ഇപ്പം നിങ്ങൾക്ക് ചിലപ്പം വേറെ ഒരു വൈഫൈയിലോട്ട് അത് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ റീസെറ്റ് ചെയ്യണം. അപ്പോൾ റീസെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പഴയ നെറ്റ്വർക്കിലായിരിക്കും അത് കിടക്കുക, പുതിയ നെറ്റ്വർക്ക് അത് കണക്ട് ആയിക്കൊള്ളണം എന്നില്ല. അപ്പോൾ നമ്മൾ പുതുതായിട്ട് സെറ്റപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു വൈഫൈ റേഞ്ച് എക്സ്റ്റൻഡർ റീസെറ്റ് ചെയ്യണം. അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മുടെ വൈഫൈ എക്സ്റ്റൻഡർ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്തതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് TP ലിങ്കിൻ്റെ വൈഫൈ എക്സ്റ്റൻഡർ ആണ്. ഇപ്പം ഇതിൽ നിങ്ങൾക്ക് ഇവിടെ താഴെ നോക്കിയാൽ ഒരു ബട്ടൺ കാണാൻ പറ്റും. അതിൻ്റെ അവിടെ റീസെറ്റ് എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. ഇപ്പം എല്ലാ ബ്രാൻഡ്സിൻ്റെയും റേഞ്ച് എക്സ്റ്റൻഡറിൽ ഇതുപോലുള്ള ഒരു ഹോള് കാണാൻ പറ്റുന്നതായിരിക്കും. അത് ശ്രദ്ധിക്കുക. ചിലപ്പം താഴെയായിരിക്കും, ചിലപ്പോൾ മുകളിലായിരിക്കും, ചിലപ്പോൾ സൈഡിലേക്കായിരിക്കും. എന്തായാലും ആ ഒരു ഹോള് കണ്ടുപിടിക്കുക. അതിന് ശേഷം കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തതിന് ശേഷം ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഒരു ചെറിയ പിൻ എടുക്കുക. അപ്പം ചില ബ്രാൻഡുകളുടെ അതിലൊക്കെ പിന്നിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് പ്രസ് ചെയ്താൽ മതി. അപ്പം ഇതിൽ പിൻ എടുത്തിട്ട് താഴെ ഈ ഒരു ഹോളിലോട്ട് ഇടുക. എന്നിട്ട് ഹോളിലോട്ട് ഇട്ടാൽ നമുക്കൊരു ബട്ടൺ കാണാൻ പറ്റും. ജസ്റ്റ് ആ ഒരു ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് പിടിക്കുക. അപ്പോൾ ക്ലിക്ക് ചെയ്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലൈറ്റ് മാറുന്നതൊക്കെ ആയിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും. എന്നിട്ട് അത് ഓഫായിട്ട് ഓൺ ആവുന്നതായിരിക്കും. അങ്ങനെ ഓഫായി ഓൺ ആയി കഴിഞ്ഞാൽ അത് റീസെറ്റ് ആയിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് വൈഫൈ റേഞ്ച് എക്സ്റ്റൻഡർ റീസെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനി കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.